ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോഴിക്കോടാണ്. ഞങ്ങൾ വന്ദേ ഭാരതിലാണ് പോണേ. ഫാമിലി എല്ലാവരും ഉണ്ട്. രാവിലെ 9:33 ട്രെയിൻ. ട്രെയിൻ വന്നോട്ടോ. ട്രെയിൻ ലേറ്റ് ആയിട്ടോ വന്നേ. 9:45 വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഞങ്ങളുടെ സീറ്റിൻ്റെ അവിടേക്ക് കുറച്ച് നടക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സീറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അങ്ങനെ എല്ലാവരും ട്രെയിനിൽ സെറ്റായിട്ടിരുന്നു കേട്ടാ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. എല്ലാവരുടെയും ഫോണും പുറത്തേക്ക് എടുത്തു. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങി. ചേച്ചിയാണ് വ്ളോഗ് എടുക്കണേ. എനിക്കധികം വ്ളോഗ് എടുക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ അടുത്ത ഒരു വീഡിയോ ആട്ടോ ഇത്. അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ മസാല ചായയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ ചൂടുവെള്ളത്തിൽ ഫുള്ളും ഇടണം. അവർ തന്ന കോലുകൊണ്ട് നന്നായി ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചായ റെഡിയാവും. നല്ല ചായ ആയിരുന്നു കേട്ടോ ഗൈസ്. ചേച്ചിക്ക് മാത്രമാട്ടോ ജിഞ്ചർ ചായ കിട്ടിയ. ബാക്കി എല്ലാവർക്കും മസാല ചായ ആയിരുന്നു. ചേട്ടൻ ഭയങ്കര ഹാപ്പിയിലാട്ടാ. ബിസ്ക്കറ്റൊക്കെ മുക്കി കഴിക്കണ്ട്. കേട്ടോ, സ്വന്തം സൈഡിൽ ഭാരതപ്പുഴ ഉണ്ടായിട്ട് അപ്പുറത്തെ സൈഡിലാണ് ഭാരതപ്പുഴ എന്ന് കാണിച്ചില്ല. അപ്പച്ചനാണ് കേട്ടോ അതിൻ്റെ. ഞാനും ചേച്ചിയും കുറച്ച് ക്യൂട്ട്നെസ് വീഡിയോ എടുക്കായിരുന്നു. അവളുടെ മുടി ശരിയാക്കിയിട്ടാണ് ക്യൂട്ട്നെസ് ഇടാൻ പോണത്. അവൾക്ക് ക്യാമറ ഒക്കെ മര്യാദയ്ക്ക് വെക്കണം, അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം. ഇനി തിരിച്ചു പോകുന്നത് കോഴിക്കോടേക്ക് പോയി തിരിച്ചു വരും. അങ്ങനെ ഉള്ള വർത്താനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ വെള്ള ഭാരത ബന്ധു. സോറി, തെറ്റിപ്പോയി. വന്ദേ ഭാരത്. ഇതൊക്കെ ട്രെയിനിൻ്റെ ഉള്ളിലത്തെ ലേറ്റുള്ളായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ ഉണക്കി കളിച്ചത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ ഗൈസ്. ഇവിടെ ഓട്ടോയിൽ ഇങ്ങനെ ടാക്സിയും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. നല്ല മഴയും. ഓട്ടോയും ടാക്സിയും ഒന്നും കിട്ടിയില്ല. അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ഹോട്ടലിലേക്ക് പോയി. അഹമ്മദ് റെസ്റ്റോറൻറ്റ്. ഇതാണ് അതിൻ്റെ ഉൾവശം. ഞങ്ങൾ സീറ്റിൽ ഇരിക്കാൻ പോകട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഫുഡുകൾ. അത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരുന്നു എല്ലാവരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഫുഡ് എത്തിട്ടോ ഗൈസ്. ആണ് ഞങ്ങൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കേട്ടോ ട്രൈ ചെയ്തപ്പോൾ സലാഡും ചമ്മന്തി അല്ലാതും. നല്ല ഫുഡായിരുന്നു. ഞാൻ കഴിച്ചില്ല, ഇവരൊക്കെ കഴിച്ചു. നമ്മളൊക്കെ കഴിച്ചു. ഇവന് വയ്യാന്ന് അവരിപ്പോ കഴിച്ചു. അപ്പൊ ഞങ്ങളിപ്പോ പോണത് കോഴിക്കോട് ബീച്ചല്ലേ. കോഴിക്കോട് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങള് ഓട്ടോയില് ഞങ്ങൾ 3 ആളുള്ളൂ. അവര് വേറെ ഓട്ടോയിൽ പോയി. എല്ലാവരും കൂടി കൊള്ളുന്നില്ല. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഈ ഓട്ടോ ചേട്ടനായിട്ട് നല്ല കമ്പനിയായിരുന്നു. ആള് കോഴിക്കോടത്തെ കാലാവസ്ഥനെ കുറച്ചിട്ടാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് മുമ്പിൽ വെള്ളം കെട്ടി നിൽക്കാട്ട മഴ പെയ്തിട്ടേ. ഞങ്ങൾ വരുന്നേക്കാട്ടും കുറച്ച് മുന്നേ ജാതി മഴയായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തി. കോഴിക്കോട് കടലമ്മ മുത്തണക്കര കോഴിക്കോട് അൽവ മനസ്സുള്ളൊരി കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട് കായവറുത്ത് തരാടോ കറുമുറ വയറ് നിറച്ച്. ഭയങ്കര മഴ
ഭയങ്കര മഴയാണ്. ഇത് രാവിലെ മുതൽ തുടങ്ങിയ മഴയാന്നാണ് പറഞ്ഞത് ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. ഇപ്പതാ നമ്മള് ഒരു ഇതിന്റെ ഉള്ളിൽ കയറി നിൽക്കാണ്. ഈ ഐസ്ക്രീം ഒക്കെ വിൽക്കണ എന്റെ കടയുടെ ഉള്ളിൽ കയറിക്കാണ്. അവരവിടെ നിൽക്കണ്ടായിരുന്നു, ഞങ്ങള് വേറെ ടെന്റിന്റെ ഉള്ളിൽ നിൽക്കണ്ടായിരുന്നു. നല്ല മഴ കിട്ടി. അങ്ങനെ അവിടെ ബീച്ചിന്റെ അവിടെ വേറെ വീഡിയോസ് മുട്ടായിത്തെരുവിലെത്തി. ഇതാട്ടോ ഞങ്ങൾ പറഞ്ഞ സ്ഥലം. ഇവിടെ എല്ലാ സാധനത്തിനും വില കുറവാ. ഇവിടെ അപ്പൻ കണ്ണാളുകൾ ടെസ്റ്റ് ചെയ്യട്ടോ. മാനിക്കണമെന്നില്ല, വെറുതെ ഷോയ്ക്ക്. അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു തിയേറ്റർ ആട്ടോ ഇത്, രാധാ തിയേറ്റർ. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്, ഷൂ, ഡ്രസ്സ് എല്ലാതും ഉണ്ടായിരുന്നു. ഞാൻ ഷൂ എടുക്കാൻ നോക്കി, പക്ഷെ നല്ല വില കേട്ടോ ഷൂവിന്. ഷൂകൾക്കൊക്കെ നല്ല വിലയുണ്ട്, പക്ഷെ ഡ്രസ്സിന് അത്ര വിലയില്ല. ഞാൻ നോക്കിയ ഷൂവിന് നല്ല വിലയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലം അങ്ങോട്ട് നടന്നു. അങ്ങനെ ഏറ്റവും അവസാനം കോഴിക്കോട് അലുവ വാങ്ങിക്കാൻ വന്നു. കോഴിക്കോട് കടലമ്മ മുത്തണക്കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരി കോഴിക്കോട് വേണേ കണ്ടോളി അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള ഹലുവകൾ ടെസ്റ്റ് ചെയ്യണം. ചേട്ടന് പഞ്ഞിമിഠായി വാങ്ങിച്ച ചേട്ടൻ ഹലുവ ഒന്നും തിന്നില്ല. ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ് കൽബില് തേനൊഴുകണ കോഴിക്കോട്. ഇതായിരുന്നു അവിടുത്തെ 2 ചേട്ടന്മാര്. നല്ല സ്നേഹമായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു അവര്. മിഠായി തെരുവിലേക്ക് വരണമെങ്കിൽ ഇവരുടെ ഒരു ഹലുവകൾ വാങ്ങിച്ചോളെ. ഇതാണ് അവരുടെ ഡീറ്റെയിൽസ്. ആ ചേട്ടന് എൻ്റെ ചേട്ടന് നന്നായി ഇഷ്ടമായി. ഹലുവ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. ട്രെയിൻ 4:30-ക്കാണ്. വന്ദേ ഭാരതിൽ തന്നെയാ പോണേ. ഈ സ്ഥലം കണ്ടപ്പോൾ തൃശ്ശൂർ ഒന്ന് ഓർത്തുപോയി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി എടുത്തു. അവളായിരുന്നു ഫുൾ വീഡിയോ എടുക്കണ്ടായിരുന്നു. എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ഫുഡ് എത്തി. ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പഴംപൊരി, ചായ, അല്ലാതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ചായയുടെ മസാല ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് ചായ റെഡിയാക്കി. നല്ല പഴംപൊരി ആയിരുന്നു കേട്ടോ ഗൈസ്, ഫ്രഷ് ആയിരുന്നു. പോയതിനെക്കാട്ടും നല്ല ഫുഡ് തിരിച്ചു വരുമ്പോൾ കിട്ടി. പോണ വഴിക്കാട്ടോ ഒരു മയില കണ്ടേ. അങ്ങനെ ഇതാ ഭാരതപ്പുഴ എത്തി. ഞാനൊരു ഉറക്കം കഴിയുമ്പോഴേക്കും അങ്ങനെ നമ്മുടെ സ്വന്തം തൃശ്ശൂർക്ക് കാലുകുത്താൻ പോട്ടെ. ട്രെയിൻ യാത്രയൊക്കെ സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. ട്രെയിൻ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് വന്ദേ ഭാരതില്. പിന്നെ എന്താ, ഇവന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം ഇവന് ഫുള്ള് ടയേർഡായിരുന്നു. ഇവൻ വയ്യായ്മ, വയറുവേദന, ഛർദിക്കാൻ വരലൊക്കെ ആയിരുന്നു ഇവന്. അത് കാരണമാണ് ഇവൻ എയിമില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഉണ്ട്, മാറണം. ട്രെയിൻ യാത്ര ഇങ്ങോട്ട് സന്തോഷപ്രദമായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റി. യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. നല്ല എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കോട്? കോഴിക്കോട് നൈസ്, സൂപ്പറാണ്. ഞങ്ങള് ബീച്ചിലേക്കൊക്കെ പോയി, മിഠായി മാർക്കറ്റിലേക്കൊക്കെ പോയി, ഹലുവ വാങ്ങിച്ചു. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ എത്തിയപ്പോ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. ബായ് പറഞ്ഞ മാമ. തൃശ്ശൂർക്ക് എത്തിയ അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.